ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോറിൽ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഡിനെ പറ്റി ഇതുവരെയും യാതൊരു വിധത്തിലുള്ള ധാരണയില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഔട്ടിൻ്റെ വീഡിയോ ആദ്യം പോയി കാണുക. ഓക്കെ, ആ വീഡിയോ കണ്ട് നിങ്ങൾ എന്ത് എക്സാമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത് പോയി കാണുക. രണ്ടാമത് നിങ്ങൾ കാണേണ്ട വീഡിയോ എന്താണ്, എന്തൊക്കെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈവശം വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത്. അതിന് മാൻഡേറ്ററി ആയിട്ട് RRBയുടെ ഏത് എക്സാമിനും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈവശം വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്താണെന്നുള്ളതിനെ പറ്റി ആസിഫ് സാർ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ പോയി കാണുക. മൂന്നാമത്, RRB നിങ്ങൾ ഏത് എക്സാമിന് അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പാരാമീറ്ററാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് ഏത് എക്സാമിനാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സാമിന് എലിജിബിൾ ആണോ, മെഡിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ റിട്ടൺ എക്സാം പാസ്സായെന്ന് വരാം, ഒബ്ജക്റ്റീവ് എക്സാം പാസ്സായെന്ന് വരാം, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായെന്ന് വരാം. പക്ഷേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, എലിജിബിൾ ആയിരിക്കില്ല. സോ ആ 3 വീഡിയോസ് നിങ്ങൾ ആദ്യം പോയി കാണുക. ഇനി RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ 68ഓളം പേജുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ 21 RRBകളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ആ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ 32,438 ഒഴിവുകളാണ് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ 14 പോസ്റ്റുകളിലേക്കായിട്ടാണ് എക്സാം വിളിച്ചിരിക്കുന്നത്. 14 പോസ്റ്റുകളിലേക്ക് ഓരോ സോണിലേക്കായിട്ട് 32,438 ഒഴിവുകളുണ്ട്. സദേൺ റെയിൽവേയിൽ കുറച്ച് ഒഴിവുകളുണ്ട്, 2000 ചില ഒഴിവുകൾ സദേൺ റെയിൽവേയിലുണ്ട്. അങ്ങനെ ഓരോ റെയിൽവേയിൽ ഓരോ സോണുകളിലായിട്ട് ഒഴിവുകളുണ്ട്. ഓക്കെ, ആ ഓരോ സോണിലും 14ഓളം പോസ്റ്റുകളാണുള്ളത്. എല്ലാ സോണിലും എല്ലാ പോസ്റ്റും ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാൽ നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള 14 പോസ്റ്റുകളാണ്. ഈ 14 പോസ്റ്റുകളുടെയും ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, ഈ പോസ്റ്റുകളുടെ പ്രത്യേകത, എത്ര ശമ്പളം കിട്ടും, ഈ പോസ്റ്റിൻ്റെ നേച്ചർ എന്തായിരിക്കും, ഈ പോസ്റ്റിൻ്റെ പ്രൊഫൈൽ എന്തായിരിക്കും, ഈ പോസ്റ്റിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്തായിരിക്കും, ഈ പോസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ ആ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യത എത്രത്തോളമുണ്ട്, ആ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനൊരു രണ്ടാം ഭാഗം കൂടി ഉണ്ടായിരിക്കും. അതിലായിരിക്കും നമ്മൾ സോൺ അനാലിസിസ് നടത്തുന്നുണ്ടായിരിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, നോട്ടിഫിക്കേഷൻ ഔട്ടിൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നു, അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്ന ദിവസം തന്നെ ചാടിക്കയറി അപ്ലൈ ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും, നേരത്തെ പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയുള്ള ക്രൈറ്റീരിയയും അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ മനസ്സിലാക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ പോയി അപ്ലൈ ചെയ്യാവൂ. ആദ്യമേ കയറി അപ്ലൈ ചെയ്ത് തെറ്റായ ഡോക്യുമെൻസോ തെറ്റായ ഡാറ്റയോ ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റിക്കോളണം നിർബന്ധമില്ല. ഇനി കറക്ഷന് എലിജിബിൾ ആയിട്ടുള്ള ചില പോർഷൻസ് ഉണ്ട്. അതിൽ ഓരോ കറക്ഷനും 250 രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുകയും വേണം. സോ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളിവിടെ തരുന്ന എല്ലാ വീഡിയോസും കണ്ട് അനാലിസിസ് നടത്തി നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ. അതിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ ഇൻപുട്ടുകളും നമ്മൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് അനാലിസിസിൻ്റെ വീഡിയോയിലും സോൺ അനാലിസിസിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വിചാരിക്കുക, മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എനിക്ക് വേണ്ട ജോലി ഇതാണ്, ഈ രീതിയിലാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഇതാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് പോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ഏതൊക്കെ പോസ്റ്റുകൾ, ഞാൻ ഓൾറെഡി പറഞ്ഞു 14 പോസ്റ്റുകളുണ്ടെന്ന്. ആ 14 പോസ്റ്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോസ്റ്റുകൾ ഉള്ളത് എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കും. പോസ്റ്റ് അനാലിസിസ് നമ്മൾ നടത്തും. ഈ പോസ്റ്റ് അനാലിസിസിനകത്താണ് സാലറി, പ്രൊമോഷൻ സാധ്യത, ജോബിൻ്റെ പ്രൊഫൈൽ, ജോബിൻ്റെ നേച്ചർ, അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യും, പ്രിഫറൻസ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 14 പോസ്റ്റുകൾ എലിജിബിൾ ആണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സോൺ തിരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾ സദേൺ റെയിൽവേ ആണ് തിരഞ്ഞെടുക്കുന്നതെന്ന് വിചാരിക്കുക. ചെന്നൈ ആണല്ലോ സദേൺ റെയിൽവേ, നമുക്ക് അടുത്ത് കിടക്കുന്ന ഒരു സോണാണ്. നിങ്ങൾ സദേൺ റെയിൽവേ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ സദേൺ റെയിൽവേയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞ പോസ്റ്റുകൾ, സദേൺ റെയിൽവേയിൽ എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സദേൺ റെയിൽവേയിൽ അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് കാണും. അതിൽ ചിലപ്പോൾ 14 പോസ്റ്റുകൾ കാണും, ചിലപ്പോൾ 14 കാണുന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് കൊടുക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കൊടുക്കുക. ഇഷ്ടപ്പെട്ട ജോലിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇഷ്ടപ്പെട്ട ജോലി, എനിക്ക് ഇന്ന ജോലിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ജോലിക്ക് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്ന് കൂടെ നോക്കണം. മെഡിക്കലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലി ഒന്നാമത് വെച്ചുകൊണ്ട് കാര്യമുണ്ടോ?
കാര്യമില്ല. കാരണം എന്താ, നിങ്ങൾ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, മെഡിക്കലി അൺഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങളോട് ഉറപ്പിക്കുക, ഈ 14 പോസ്റ്റിനും 14 സെപ്പറേറ്റ് പരീക്ഷയല്ല, ഒറ്റ പരീക്ഷയാണ്. 14 പോസ്റ്റിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതിനും പ്രശ്നമില്ല. പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ പോസ്റ്റിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ഓർഡറിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പാർട്ട്മെന്റ്സ്. പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇത്രയും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇത്തവണ RRB ഗ്രൂപ്പ് ഡി ക്ഷണിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ള നോൺ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കും RRB ഗ്രൂപ്പ് ഡി ക്ഷണിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ഇത്തവണ 14 പോസ്റ്റുകളിലേക്ക് RRB റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. 5 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് 14 പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഞാൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചെഴുതുന്നതിന്റെ പിന്നിലെ കാരണം എന്താ വെച്ചാൽ, പ്രൊമോഷൻ സാധ്യത പറയുമ്പോൾ നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം. പ്രൊമോഷൻ സാധ്യത, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ കയറുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള പ്രൊമോഷനുകളാണ് നിങ്ങൾക്ക് കിട്ടുക, അല്ലേ? സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചെഴുതിയത്. ഫോർ എക്സാമ്പിൾ, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ കിട്ടിപ്പോവാം. ഇപ്പോൾ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ജോലിയിലാണ് നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. പോയിന്റ്സ്മാൻ അകത്തിരുന്നുകൊണ്ട് 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പ്രൊമോഷൻ എലിജിബിൾ ആയിരിക്കും, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ എലിജിബിൾ ആയിരിക്കും. 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി ട്രാഫിക്കിൽ തന്നെയുള്ള നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടോ ട്രെയിൻസ് മാനേജറായിട്ടോ ടിക്കറ്റ് കളക്ടറായിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ജോലി കിട്ടും. അപ്പോൾ 3 കൊല്ലം പോയിന്റ്സ്മാൻ ആയിട്ട് ഇരുന്നാൽ മതി. നിങ്ങൾ ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ ആ ജോലിക്കുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, സ്റ്റേഷൻ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം, NTPC വഴി കയറുന്ന പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഉള്ള ഒരാളാണ്, നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാം എഴുതി നിങ്ങൾ കയറുന്നത് ഈ പറഞ്ഞ പോലെ പോയിന്റ്സ്മാൻ ആയിട്ടാണ്. 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ലെവൽ 1 പോസ്റ്റിലാണ് നിങ്ങൾ കയറുന്നതെന്നുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി അതിനകത്ത് ആ സമയത്ത് സ്റ്റേഷൻ മാസ്റ്ററിന് ഒഴിവുണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ്. സോ അങ്ങനെയുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചെഴുതിയിരിക്കുന്നത്. അപ്പോൾ 4 ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും ഒരു നോൺ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും ആണുള്ളത്. ആ നോൺ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ട്രാഫിക് ആണ്, ബാക്കിയെല്ലാം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന അങ്ങനെയുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ കൂടുതലായിട്ടും കിടക്കുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് നോൺ ടെക്നിക്കൽ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഔട്ട് വീഡിയോയിൽ പറഞ്ഞതാണ്. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം 10ാം ക്ലാസ്സിന് മുകളിൽ 10ാം ക്ലാസ്സോ അതിന് മുകളിൽ യോഗ്യതയുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. അല്ലാതെ ബിടെക്കാർക്കോ ITIക്കാർക്കോ ഡിപ്ലോമക്കാർക്കോ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അല്ല. ഈ പറയുന്ന എല്ലാ പോസ്റ്റും, ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പോസ്റ്റുകളും 14 പോസ്റ്റുകളും 10ാം ക്ലാസ്സോ അതിന് മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ഡിപ്പാർട്ട്മെന്റ് വൈസിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പിന്നിലെ കാരണവും ഇതാണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്, പോസ്റ്റ് അനാലിസിസ് ആണ്. അപ്പോൾ പോസ്റ്റ് അനാലിസിസ് ഓരോ പോസ്റ്റുകൾ 14 പോസ്റ്റുകൾ ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നോട്ടിഫിക്കേഷൻ അനക്സർ എ എന്ന് പറയുന്ന 49ാമത്തെ പേജ് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 14 പോസ്റ്റുകൾ 2 പേജിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ആ പോസ്റ്റിന്റെ നേച്ചർ, സ്വഭാവം എന്തൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, അതിന്റെ സാലറി, അതിന്റെ പ്രൊഫൈല്, അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, പ്രൊമോഷൻ സാധ്യത ആൻഡ് അത്രയും സാധനങ്ങൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം നോക്കും. അതിനുശേഷം പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതാണെന്നുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയും. ജോബിൻ്റെ നേച്ചർ ഞാൻ പറയും, അത് ഈസി ആണോ മോഡറേറ്റ് ആണോ ഹാർഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഈ 14 പോസ്റ്റിന് അനാലിസിസ് നടത്തുക, അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 14 പോസ്റ്റ് ഉണ്ട്. 14 പോസ്റ്റിന് ഇത്രയും പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ പാരാമീറ്റേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്? സോ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിവിഷൻ, നിങ്ങൾ ഈ ജോലി കിട്ടി, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഇതേപോലെയുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആവണം എന്നില്ല ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ പറ്റി. അതിൻ്റെ കാരണം എന്താ, ഞാൻ ഈ പറയുന്നത് ജനറൽ ആയിട്ടുള്ള നോംസ് ആണ്. അത് ഡിവിഷൻ അനുസരിച്ചോ നിങ്ങളുടെ സൂപ്പർവൈസർ അനുസരിച്ചോ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് അനുസരിച്ചോ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജോലി ബുദ്ധിമുട്ടുള്ളതാക്കാനും എളുപ്പമുള്ളതാക്കാനും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തീരുമാനിച്ചാലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയ മാറിക്കഴിഞ്ഞാലോ അതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, ഞാൻ ഈ പറയുന്നത് ജനറൽ ആയിട്ടുള്ള ജോബ് പ്രൊഫൈലും ജനറൽ ആയിട്ടുള്ള ജോബിൻ്റെ നേച്ചറുമാണ്. ഓക്കെ, അത്രയും വെച്ചുകൊണ്ട് നിങ്ങൾ പോസ്റ്റുകളെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോസ്റ്റായിട്ട് ഞാനിവിടെ പറയുന്നത് പോയിന്റ്സ്മാൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ കീഴിൽ വരുന്നതാണ്.
അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശമ്പളം സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് തന്നെ 27,000 തൊട്ട് 32,000 വരെ മിനിമം കയ്യിൽ ഇൻഹാൻഡ് സാലറി കിട്ടും. യൂണിഫോം അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, HRA, നാഷണൽ ഹോളിഡേ അലവൻസ് തുടങ്ങിയ അലവൻസുകളൊക്കെ അതിന് ലഭ്യമാണ്. ആൻഡ് പോയിന്റ്സ്മാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ ഡ്യൂട്ടി ആയിരിക്കും. ബേസിക്കലി പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾ കണ്ടു കാണും. ഇതേപോലെ കൊടി പിടിച്ചുകൊണ്ട് സ്റ്റേഷനകത്ത് നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടു കാണും. സോ അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു 10ഓളം സിഗ്നലുകളുണ്ട്. ഈ ചുവപ്പ് കൊടിയും പച്ച കൊടിയും വെച്ചുകൊണ്ട് 10ഓളം സിഗ്നലുകളുണ്ട്. ഈ പറയുന്ന പോലെ കൊടി ഇങ്ങനെ വീശുന്നതിന്, കൊടി പിടിക്കുന്നതിന്, പിടിക്കുന്ന സമയത്ത് നിൽക്കുന്ന പൊസിഷൻ, ഇതിനെല്ലാം മാറ്റങ്ങളുണ്ട്. സോ ആ രീതിയിൽ സിഗ്നലുകൾ കൊടുക്കുക. അത് എവിടെ നിന്നുകൊണ്ട്? സ്റ്റേഷനകത്ത് നിന്നുകൊണ്ട്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേഷൻ മാസ്റ്റർ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അസിസ്റ്റിംഗ് സ്റ്റേഷൻ മാസ്റ്റർ. ആൻഡ് മോർ ദാൻ 12 hour ഡ്യൂട്ടി സംടൈംസ്. ചില സമയങ്ങളിൽ ഇപ്പം തിരക്ക് കുറഞ്ഞ സ്റ്റേഷനാണ്, 12 മണിക്കൂർ എന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, അധികം വണ്ടി പോവാത്ത സിംഗിൾ ട്രാക്ക് ഉള്ള ഒരു സ്റ്റേഷനിലാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. അവിടെ വണ്ടി പോകുന്നത് ചിലപ്പോൾ 6 മണിക്കൂർ കൂടുമ്പോഴോ 4 മണിക്കൂർ കൂടുമ്പോഴാണെന്ന് വിചാരിക്കുക. സിഗ്നൽ ഈ പറയുന്ന പോയിന്റ്സ്മാൻ അവിടെ എന്തെങ്കിലും വർക്ക് വരുമോ? കാര്യമായിട്ട് ഇല്ല. സോ 12 മണിക്കൂർ നിങ്ങൾ ഓൺ ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നെറ്റ് ഇഫക്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് 2-3 മണിക്കൂർ മാത്രമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഗുണം എന്താ? ബാക്കി സമയം നിങ്ങൾക്ക് പഠിക്കാനായിട്ടിരിക്കാം. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു 3 കൊല്ലം നിങ്ങൾ അവിടെ കഴിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? LDC ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വഴി എന്ത് ചെയ്യാം? 3 വർഷം കഴിയുമ്പോൾ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് പോസ്റ്റുകളിലേക്ക് എഴുതാം. ഏതൊക്കെയാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്? സ്റ്റേഷൻ മാസ്റ്റർ, ട്രെയിൻസ് മാനേജർ, ടിക്കറ്റ് കളക്ടർ തുടങ്ങിയ എല്ലാ പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രൂപ്പ് ഡി നിലവിൽ വിളിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യപ്പെടുന്ന പോസ്റ്റും കൂടിയാണ് എന്ത്? പോയിന്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകൾ ഞാൻ ഓൾറെഡി മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. സ്പെക്സ് വെക്കുന്നവർക്ക്, കണ്ണാട വെക്കുന്നവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ ചിലപ്പോൾ മാറ്റം വരില്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. മാത്രമല്ല, ഇത്തവണ പോയിന്റ്സ്മാൻ ആണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത്. 32,438 ഒഴിവുകളുള്ളതിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ പോയിന്റ്സ്മാൻ നെറ്റ് ഓൾ ഇന്ത്യയിൽ 5,000 ചില്ലാൻ ഒഴിവുകളുള്ളതായിട്ടാണ് നമുക്ക് ഇത്തവണ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുള്ള ഒരു പോസ്റ്റാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ സാധ്യതകൾ കൂടുതലുള്ള ഒരു പോസ്റ്റും കൂടെയാണ്. ഇനി പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്ക് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഹൈ ആയതുകൊണ്ട് തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. ഇത് സേഫ്റ്റി ജോബ് ആയതുകൊണ്ട് PWBDക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ജോബ് നേച്ചർ കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈസി ടു മോഡറേറ്റ് വർക്കാണ് വരുന്നത്. ചില സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ എൻജിനും അതുപോലെ തന്നെ ഈ ബോഡിയും വാഗണും തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും? കപ്ലിംഗ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പം ഈ ഹുക്ക് പിടിപ്പിക്കുന്ന കണ്ടതായിരിക്കും പലപ്പോഴും പല സ്റ്റേഷനിലും. നിങ്ങൾ വീടിനടുത്തൊക്കെ സ്റ്റേഷനുള്ള ആളുകളാണെങ്കിൽ കണ്ടു കാണായിരിക്കും. ഈ എൻജിൻ കൊണ്ടുവന്നിട്ട് ഇതിനെ പിടിപ്പിക്കുന്ന സമയത്ത് ഒരു ഹുക്ക് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതൊക്കെ ചെയ്യുന്നത് പലപ്പോഴും പോയിന്റ്സ്മാൻ ആണ് പല സ്ഥലങ്ങളിലും. സോ അത്തരത്തിലുള്ള ജോലികൾ കൂടെ ഇവിടെ ചെയ്യേണ്ടി വരും. ആൻഡ് ഇതാണ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ജോലിയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാലറി ഇത്രത്തോളം കിട്ടും. സ്റ്റേഷൻ ഡ്യൂട്ടി ആയിരിക്കും. സ്റ്റേഷൻ മാസ്റ്റർ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. 12 മണിക്കൂർ വരെ ഡ്യൂട്ടി ഉള്ള സമയങ്ങളുണ്ട്. പിന്നെ സിഗ്നൽസ് ടു ട്രെയിൻ യൂസിങ് ഫ്ലാഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഇവിടെ കാണിച്ച പോലെ ഈ കൊടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? സിഗ്നൽ കൊടുക്കുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. പ്രൊമോഷൻ സാധ്യത 3 വർഷം കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതി പോവാം. ഇനി PWBDക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. ബട്ട് ജനറലി ജോലിയുടെ സ്വഭാവം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈസി ടു മോഡറേറ്റ് ആണ്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ വീഡിയോൻ്റെ ഒക്കെ താഴെ ഒരുപാട് കുട്ടികൾ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഡിയിൽ എന്നുള്ളത്. സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ എല്ലാ പോസ്റ്റുകളും പറ്റും. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സ്ത്രീകൾക്ക് പറ്റുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിനെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക്, അധികം കട്ടിപ്പണിയെടുക്കാത്ത, എന്നാൽ കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ പോലെ സ്റ്റേഷനിൽ ഡ്യൂട്ടി കിട്ടുന്ന, അധികം നാട്ടിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ, ഒഴിവുള്ള പോസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു പോസ്റ്റാണ് പോയിന്റ്സ്മാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ നമ്മുടെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ പോസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. അതെന്താണ്? അസിസ്റ്റന്റ്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പോസ്റ്റാണ് ഞാൻ രണ്ടാമത്തെ പോസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനും നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ 27,000 തൊട്ട് 32,000, പലപ്പോഴും അതിന് മുകളിലും നിങ്ങളുടെ അലവൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റിംഗ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. സാലറി കൈ കിട്ടുന്നതാണ്. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അസിസ്റ്റിംഗ് ഇൻ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ സബ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്.
അത് ചിലപ്പോൾ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം. എനിവേ അവിടെ അസിസ്റ്റ് ചെയ്യുക. ആരെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്? ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് നിങ്ങളുടെ ഈ പോസ്റ്റിന് തൊട്ട് മുകളിലുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആളുകളാണ്. സോ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആളുകളെ അസിസ്റ്റ് ചെയ്യുക. അതിന് മുകളിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 കാണും, അതിൻ്റെ മുകളിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 കാണും, അതിൻ്റെ മുകളിൽ JE, അതിൻ്റെ മുകളിൽ SSC, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ. അതാണ് പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്നത്. ആൻഡ് ഇത് SNT ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് LDC ഡിപ്പാർട്ട്മെന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിട്ടോ, ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആയിട്ടോ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആയിട്ടോ, അതിൻ്റെ മുകളിൽ JE ആയിട്ടോ, അതിൻ്റെ മുകളിൽ SSC ആയിട്ടോ ആണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വഴി എഴുതാൻ പറ്റുന്നത്. ആൻഡ് അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. 10ാം ക്ലാസ് മാത്രമാണ് നിങ്ങളുടെ യോഗ്യത എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഇവിടെ എഴുതാൻ പറ്റില്ല. ITI ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എഴുതാൻ പറ്റുള്ളൂ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഡിപ്ലോമ വേണം, അല്ലെങ്കിൽ JEക്ക് ഡിപ്ലോമ വേണം. ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? JE എഴുതി പ്രൊമോഷൻ വാങ്ങിക്കാം 3 കൊല്ലം കഴിയുമ്പോൾ. BTech ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊമോഷൻ വാങ്ങിക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ITI വേണം. സോ അതാണ് അതിന്റെ പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആൻഡ് B1 ആണ്. C1 ആൻഡ് B1 രണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കി കാണാൻ പറ്റും. അസിസ്റ്റന്റ് SNT എന്ന് പറയുന്നത് 2 ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. 2 അല്ല 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആക്ച്വലി. സിഗ്നൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ആ 3 സ്ഥലത്തേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ഈ 2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്, B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്. ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുക? അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേഷൻ ഡ്യൂട്ടി ചില സമയങ്ങളിൽ ആവശ്യം വരും. അപ്പോൾ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു കൺട്രോൾ റൂം ഉണ്ട്, ഒരു റിലേ ഒക്കെ അടങ്ങുന്ന മൊത്തം സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിലെ സ്റ്റേഷൻ മാസ്റ്റർ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള പർപ്പസാണ്. അതാണ് സ്റ്റേഷൻ ഡ്യൂട്ടി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബോർഡുകൾ നിങ്ങൾ ട്രാക്കിൽ കണ്ടു കാണാനായിരിക്കും. ഇതിനകത്ത് മുഴുവൻ സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക, അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ പക്കയാണോ നോക്കുക, തുടങ്ങിയ കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യുക. ആരെ? ടെക്നീഷ്യൻ ഗ്രേഡ് 3 അസിസ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോബ് റോൾ എന്ന് പറയുന്നത്. സോ സ്റ്റേഷൻ ഡ്യൂട്ടി ആയിരിക്കാം, പ്രൊഡക്ഷൻ ഡ്യൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിനകത്തായിരിക്കാം. സ്റ്റേഷനകത്താവുമ്പോൾ നേരിട്ട് പബ്ലിക്കായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. അതാണ് B1 എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്രൊഡക്ഷൻ ഡ്യൂട്ടിയോ വർക്ക്ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് മതി. സോ എവിടെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണക്കൂട്ടുന്നുണ്ടായിരിക്കും. പ്രൊമോഷൻ സാധ്യത ഞാൻ ഓൾറെഡി പറഞ്ഞു. C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളതും B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ആൻഡ് ജോബ് നേച്ചർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അത്ര ഈസി എന്നും പറയാൻ പറ്റില്ല, ഹാർഡ് എന്നും പറയാൻ പറ്റില്ല, മോഡറേറ്റ് ലെവലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കാണ്. ഫീൽഡ് വർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത് ഈ പറയുന്ന അസിസ്റ്റന്റ് SNT എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ പോസ്റ്റിലേക്ക് കിടക്കാം. അസിസ്റ്റന്റ് ബ്രിഡ്ജ്. അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 32,000 മുകളിലാണ്. കാരണം ഇവിടെ ട്രാവലിംഗ് അലവൻസും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇതിന്റെ ജോബ് നേച്ചർ എന്ന് പറയുന്നത് അസിസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ആൻഡ് ജൂനിയർ എഞ്ചിനീയർ ഇൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ബ്രിഡ്ജ് എന്ന് പറയുന്ന സബ് ഡിപ്പാർട്ട്മെന്റിൽ ടെക്നീഷ്യന്മാരെയും ജൂനിയർ എഞ്ചിനീയറെയും അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന അസിസ്റ്റന്റിന്റെ പണി എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. LDC 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. പ്രൊമോഷൻ കിട്ടുമ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റുകളിലേക്കായിരിക്കും LDC വഴി പ്രൊമോഷൻ കിട്ടുക. നിങ്ങളുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് 2 രീതിയിൽ, ആക്ച്വലി 3 രീതിയിലാണ്. ഒന്ന്, നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ സർവീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? പ്രൊമോഷൻ കിട്ടിപ്പോവുക. അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ടെസ്റ്റുകളൊന്നും എഴുതുന്നില്ല, ചുമ്മാ എന്ത് ചെയ്യുക? ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വർഷം ഇൻക്രിമെന്റ് കിട്ടും. നിങ്ങളുടെ സർവീസ് കൂടിക്കൊണ്ടിരിക്കും. സർവീസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. 2 GDC എന്ന് പറയും, ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയും. ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം. ആ ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോസ്റ്റിലിരിക്കുന്ന ആൾക്കും നിങ്ങളെക്കാൾ ഉയർന്ന മറ്റേത് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം? എക്സാം എഴുതാൻ പറ്റും. അതാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ. നിങ്ങളിരിക്കുന്ന പോസ്റ്റ് എന്തോ ആയിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, മറ്റേത് ഡിപ്പാർട്ട്മെന്റിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം വഴി എഴുതി കയറാൻ പറ്റും. അൺലെസ് ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താണ്? നിങ്ങൾ കയറാൻ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം നിങ്ങൾ ഇപ്പം ഇരിക്കുന്ന പോസ്റ്റിനേക്കാൾ ഉയർന്ന പോസ്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. LDC എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. LDC എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഇരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. സോ LDC വഴി 3 വർഷം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കയറാൻ പറ്റുള്ളൂ. സോ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊമോഷൻ 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. GDCയുടെ ഗുണം, ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? GDC എഴുതി മാറാവുന്നതാണ്. പക്ഷേ GDCയിൽ കോമ്പറ്റീഷൻ കൂടും. കാരണം എല്ലാവരും എഴുതുന്ന പൂളായിരിക്കും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളും എഴുതും. LDCയിൽ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ മാത്രമേ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സോ അതാണ് പ്രൊമോഷൻ്റെ കാര്യം. PWBD നോട്ട് അപ്ലിക്കബിൾ ആണ്.
ജോബ് നേച്ചർ എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹാർഡ് ആണ്. ഞാൻ അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ബ്രിഡ്ജിലാണ് നിങ്ങൾ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. റെയിൽവേ പാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ജെഇനെയും അതുപോലെ തന്നെ അവിടെയുള്ള ടെക്നീഷ്യനെയും അസിസ്റ്റ് ചെയ്യുന്ന പണിയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനകത്തുള്ളത്. അപ്പം റെയിൽവേയിലുള്ള ഈ പാലങ്ങൾക്കകത്ത് കിടക്കുന്ന എല്ലാ പണികളും, അതിൻ്റെ പെട്രോളിംഗ് നടത്തി അതിന് തൊട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടി വരും. ട്രാക്കിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്കാണ്, മോഡറേറ്റ് ടു ഹാർഡ് നേച്ചറിലുള്ള വർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് PWBDക്ക് അത് അപ്ലിക്കബിൾ അല്ലാത്തത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. പ്രൊമോഷൻ സാധ്യത ഞാൻ ഓൾറെഡി പറഞ്ഞു. സാലറി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നമ്മൾ നേരത്തെ കണ്ട 2 പോസ്റ്റിനേക്കാൾ കുറച്ചുകൂടെ സാലറി കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളതാണ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് PV. ഇതും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ളത് തന്നെയാണ്. ഇതിനും സാലറി കൂടുതലാണ്. ട്രാവലിംഗ് ആവശ്യമുള്ള ഒരു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീൽഡ് വർക്ക് ആവശ്യമുള്ള ഒരു ജോലിയാണ്. ഇത് 8 മണിക്കൂറാണ് എൻ്റെ ഡ്യൂട്ടി വരുന്നത്. മോസ്റ്റ്ലി ഡേ ടൈമിലാണ് ഡ്യൂട്ടി വരുന്നത്. ഒരു ദിവസം വീക്കിൽ ഓഫ് കിട്ടും. പോസ്റ്റിംഗ് എവിടെ ആയിരിക്കും? മിക്കവാറും ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലായിരിക്കും. നിങ്ങൾ ജംഗ്ഷൻ എന്ന് കേട്ടനായിരിക്കും. ഇപ്പം നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് നിങ്ങൾ കേരളത്തിലെ നോർത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലം ഒരു ജംഗ്ഷനാണ്. അതിനുശേഷം കായംകുളം ഒരു ജംഗ്ഷനാണ്. എറണാകുളം ഒരു ജംഗ്ഷനാണ്. അത് കഴിഞ്ഞാൽ പാലക്കാട്, അപ്പോൾ ഷൊർണൂർ ഒരു ജംഗ്ഷനാണ്. ഷൊർണൂരിൽ നിന്നാണ് നോർത്ത് കോഴിക്കോടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ കോയമ്പത്തൂർ വഴി, പാലക്കാട് വഴി കോയമ്പത്തൂർക്ക് പോകുന്നത്. അതൊക്കെ ജംഗ്ഷൻസ് ആണ്. അപ്പോൾ ജംഗ്ഷനിൽ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇത് അസിസ്റ്റന്റ് PV എന്ന് പറയുന്നത്. ഇതും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ PWBDക്ക് അപ്ലിക്കബിൾ അല്ല. ഡ്യൂട്ടി എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹാർഡ് ആണ്. ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് ഇതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് PV. പെർമനന്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ ട്രാക്ക് പോകുന്ന അല്ലെങ്കിൽ ട്രെയിൻ പോകുന്ന വഴിയാണ്. അതിനകത്തുള്ള ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ വിവിധ ടേംസ് ആണ്. ഫോർമേഷൻ, സൈഡിലിട്ടിരിക്കുന്ന മെറ്റൽ ഉണ്ട്, റെയിൽ ഉണ്ട്, സ്ലീപ്പർ ഉണ്ട്, ബലാസ്റ്റ് ഉണ്ട്, ആൻഡ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും ആര് നോക്കിക്കോളും? ജെഇയും ടെക്നീഷ്യന്മാരും നോക്കിക്കോളും. അവർ പറയുന്ന കാര്യങ്ങളിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്ന പണിയാണ് ആർക്കുള്ളത്? അസിസ്റ്റന്റ് PVക്കുള്ളത്. സോ ഫീൽഡ് വർക്കാണ്. അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവിടെ അലവൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. ചിലപ്പം സ്റ്റേഷൻ ടു സ്റ്റേഷൻ ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ട്രാവലിംഗ് അലവൻസും കാര്യങ്ങളൊക്കെ കൂടും, സാലറി കൂടും. പക്ഷെ അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഫീൽഡ് വർക്ക് ആയിരിക്കും എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. സോ ഇത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ 4ാമത്തെ പോസ്റ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് PV ആണ്. ഇനി 5ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആണ്. ഇതും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ആൻഡ് ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ സാലറി കൂടുതലാണ്. ഇത് 24/7 നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു ജോലിയാണ്. 24/7 എന്ന് ഞാൻ എഴുതിയത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. 24 മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കണം എന്നല്ല. നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻ ചിലപ്പോൾ രാത്രി ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഗ്രൂപ്പ് വർക്കാണ്. നമ്മൾ പൊതുവെ റെയിൽവേയിൽ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ടെക്നീഷ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ JE എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അവരൊക്കെ എണ്ണം കുറവാണ് കമ്പാരിറ്റീവ്ലി. സോ അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് ഹോളിഡേ വന്നു, സപ്പോസ് ഓണം വന്ന് നിങ്ങൾക്ക് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്ത് വരാനുള്ള സാധ്യത അവിടെ കുറവാണ്. കാരണം മിക്കവാറും എല്ലാവർക്കും എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ പോലെ ആ ഒരു നാഷണൽ ഹോളിഡേ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, ഓണം എക്സാമ്പിൾ പറഞ്ഞാണ്, അതുപോലെ ഉള്ള ഏതെങ്കിലും ഒരു നാഷണൽ ഹോളിഡേ ആഘോഷിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷേ ഇവിടെ ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഡ്യൂട്ടി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നീ എൻ്റെ ഇന്ന ദിവസത്തെ വർക്ക് എക്സ്ട്രാ എടുക്ക്, ഞാൻ വേറൊരു ദിവസം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാം, എനിക്ക് ഇന്ന ദിവസം ലീവ് വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പോരാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ട്രാക്ക് മെഷീനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബേസിക്കലി എന്താണ്? ട്രാക്കിനെ റിപ്പയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് മെഷീൻ. ഈ മെഷീനകത്താണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇതുവഴി എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ട്രാക്കിൻ്റെ റിപ്പയറിങ്ങും മെയിൻ്റെനൻസ് ഒക്കെ നടത്തുന്നത് ഈ മെഷീനിലൂടെയാണ്. സോ ഈ മെഷീൻ്റെ കൂടെ ഒരു SSC ഉണ്ടായിരിക്കും, ഒരു സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഉണ്ടായിരിക്കും, ഒരു JE ഉണ്ടായിരിക്കും, ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. അവർ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ വെക്കുന്നുണ്ടായിരിക്കുക. സോ ട്രാക്ക് മെഷീൻ ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A3 ആണ്. സോ അഗെയിൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ PWBDയുടെ എല്ലാ കാറ്റഗറിക്കാർക്കും ഇത് അപ്ലിക്കബിൾ അല്ല. MD കാറ്റഗറിക്ക് മാത്രം. MD എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പണി ഈ പറഞ്ഞ പോലെ ഫീൽഡ് വർക്കാണ്. പ്രൊമോഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതിയിട്ട് പോകാവുന്നതാണ്. സോ ഇതാണ് ട്രാക്ക് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാലറി കുറച്ച് കൂടുതലുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രാക്ക് മെയിൻറ്റെയിനർ ആണ്. ട്രാക്ക് മെയിൻറ്റെയിനർ എന്ന് പറയുന്നതിന് ആക്ച്വലി സാലറി ഏറ്റവും കൂടുതലുള്ള ഒരു പോസ്റ്റ് ട്രാക്ക് മെയിൻറ്റെയിനർ ആണ്. സപ്പോസ് നിങ്ങൾക്ക് ജോലി എവിടെ ആയാലും കുഴപ്പമില്ല,
നിങ്ങൾ എത്ര വേണമെങ്കിലും പണിയെടുക്കാൻ തയ്യാറാണ്, ഫീൽഡ് വർക്കായാലും സ്റ്റേഷൻ ഡ്യൂട്ടി ആയാലും കുഴപ്പമില്ല, എനിക്ക് ശമ്പളം കൂടുതലുള്ളൊരു ജോലി മതി എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നാമത്തെ പ്രിഫറൻസ് എന്തായിരിക്കണം? ട്രാക്ക് മെയിൻറ്റെയിനർ ആയിരിക്കണം. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ചോയ്സുകളെല്ലാം എടുക്കുന്നത്. സോ നിങ്ങൾക്ക് സാലറിയാണ്, പൈസയാണ് ആവശ്യം, എന്ത് ജോലിയായാലും കുഴപ്പമില്ല, സർക്കാർ ജോലിയാണ്, ഇത്തിരി കട്ടിപ്പണിയായാലും കുഴപ്പമില്ല, ഫീൽഡ് ഡ്യൂട്ടി ആയാലും എടുക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ട്രാക്ക് മെയിൻറ്റെയിനർ തന്നെ എന്ത് ചെയ്യുക, ഒന്നാമത്തെ പ്രിഫറൻസ് ആയിട്ട് വെച്ചാൽ നിങ്ങൾക്ക് സാലറി നല്ല എമൗണ്ട് കയ്യിൽ കിട്ടും. കാരണം ഇത് ആക്ച്വലി കുറച്ച് റിസ്ക് ഉള്ള വർക്ക് കൂടെയാണ്. ട്രാക്കിൽ എന്ത് ചെയ്യുക, പക്ക മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പണി. അപ്പോൾ സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഇടയിലുള്ള ട്രാക്കിന് എന്ത് ചെയ്യണം, നിങ്ങൾ പെട്രോളിംഗ് നടത്തണം. ആ ട്രാക്കിനകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യണം. അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ ഈ ജോയിൻറ്റ്സ് എല്ലാം പക്കയാണെന്ന് നോക്കണം. പെട്രോളിംഗ് നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ട്രാക്കിൽ നടക്കുന്നത് കൊണ്ട് തന്നെ റിസ്ക് അലവൻസ് ഉണ്ട്, റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് അലവൻസ് എന്ന് പറയുന്ന അലവൻസ് മാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ ഒരു ഇനത്തിൽ തന്നെ സാലറി ഇവിടെ കൂടുതലായിരിക്കും. സോ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, ഗ്രൂപ്പ് വർക്കാണ്, മെയിൻ്റെനൻസ് ആണ്, പെട്രോളിംഗ് വേണം, വീക്ക്ലി 1 day ഓഫ് ഉണ്ടായിരിക്കും. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. പ്രൊമോഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. PWBDക്ക് നോട്ട് അപ്ലിക്കബിൾ. കാരണം റിസ്ക് ഉള്ള പണി ആയതുകൊണ്ട് തന്നെ പേഴ്സൺസ് വിത്ത് വെച്ച് ഡിസബിലിറ്റി ഇവിടെ അപ്ലിക്കബിൾ അല്ല. ജോബ് നേച്ചർ കംപ്ലീറ്റ്ലി ഫീൽഡ് നേച്ചറാണ്. ഓക്കെ, സാലറി വൈസ് നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു ജോലിയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്തത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ. ഇപ്പോൾ വർക്ക്ഷോപ്പാണ്, മെക്കാനിക്കലിലാണ് സാലറി പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിനകത്താണ്. നിങ്ങൾക്ക് അധികം ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ 27 to 32K ആണ് നമ്മൾ സാലറിയുടെ റേഞ്ച് പറയുന്നത്. ഇതിൽ കൂടുതൽ കിട്ടാം, അലവൻസ് കിട്ടുന്നത് മാത്രമല്ല. ഇനി ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് മോസ്റ്റ്ലി വർക്ക്ഷോപ്പിനകത്തോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്തോ, WS എന്ന് പറയുന്ന വർക്ക്ഷോപ്പാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്തായിരിക്കും വർക്ക് വരിക. വീക്ക്ലി 1 day ഓഫ് ആയിരിക്കും. 3 ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും. 3 ഷിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ 3 ഷിഫ്റ്റിൽ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ നിങ്ങൾ പോയാൽ മതി. 8 മണിക്കൂർ അതിന് ഏതൊരു ഷിഫ്റ്റിൽ പോയാൽ മതി. വർക്ക്ഷോപ്പിലോ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്തായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആണ്. C1 എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ലോവസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമുള്ള ഒരു ജോലിയാണ്. സോ സ്പെക്സ് വെച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കന്നഡ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ആൻഡ് വർക്ക്ഷോപ്പിനകത്തോ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്താണ്, സ്റ്റേഷനറി ആണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ളൊരു വർക്കാണ് എന്ത് ഈ പറയുന്ന അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. ആൻഡ് പ്രൊമോഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. PWBDക്കാർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വർക്ക് നേച്ചർ കംപ്ലീറ്റ്ലി എന്താണ് കമ്പയർഡ് ടു നേരത്തെ പറഞ്ഞ ട്രാക്ക് മെയിൻ്റെനൻസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് മോഡറേറ്റ് ആണ് ഇതേപോലത്തെ ഒരു ജോബ് നേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പിൻ്റെ ഒരു ഇമേജാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വർക്ക്ഷോപ്പിനകത്ത് വാഗൺസ് കാണും, ഈ പറഞ്ഞ പോലെ കോച്ചുകൾ കാണും. മെക്കാനിക്കലായിട്ടുള്ള ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, അതിനെ വെൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പെയിൻറ്റിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ്റെനൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, ജെഇമാരുണ്ടായിരിക്കും, ടെക്നീഷ്യന്മാരുണ്ടായിരിക്കും. അവരെ അസിസ്റ്റ് ചെയ്യുന്ന പർപ്പസാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താണ്, അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ. ഇതും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്നത് 27,000 to 32K ആണ് ഇതിന്റെ സാലറി റേഞ്ച് എന്ന് പറയുന്നത്. 8 hour ഡ്യൂട്ടിയാണ് നോർമലി വരുന്നത്, ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അത് ഡിപ്പോയിലോ പ്ലാറ്റ്ഫോമിലോ വരാം. വാഗൺ മെയിൻ്റെനൻസ് ആണ് ഇതിന്റെ. കാരേജ് അല്ലെങ്കിൽ വാഗൺ മെയിൻ്റെനൻസ് ആണ് ഇതിന്റെ പണി. വാഗൺ മെയിൻ്റെനൻസ് പറഞ്ഞാൽ ഇത് കാണുന്നത് എന്താണ്, ഒരു ഗുഡ്സിന്റെ ഒരു കോച്ചാണ്. ആ കോച്ചിനകത്ത് എന്ത് ചെയ്യുക, ആ വാഗണെ അത് കൊണ്ടുപോകുന്ന ആ ബോഡീനെ എന്ത് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക, അതിനെ മെയിൻ്റെനൻസ് നടത്തുക. അപ്പം ഇതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അതാണ് ഇവരുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. പ്രൊമോഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. അപ്ലിക്കബിൾ ആണ് PWBDക്കാർക്ക് എക്സെപ്റ്റ് VI എന്ന് പറഞ്ഞാൽ വിഷ്വലി ഇമ്പയർമെന്റ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാഴ്ച കുറവുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. വർക്ക് നേച്ചർ കമ്പാരിറ്റീവ്ലി എന്താണ്, മോഡറേറ്റ് ആണ്. സാലറി അത്ര കണ്ട് ഉള്ള സാലറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരേജ് ആൻഡ് വാഗൺ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ പറഞ്ഞ ഈ കാരേജ് ആൻഡ് വാഗൺ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്നല്ല, ഈ ജോലി കമ്പാരിറ്റീവ്ലി സ്റ്റേഷനറിയാണ്. സ്റ്റേഷനറി ജോലി ആയതുകൊണ്ട് തന്നെ കാരേജ് ആൻഡ് വാഗൺ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ സദേൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ ചെന്നൈ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള സദേൺ റെയിൽവേയിലാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സദേൺ റെയിൽവേയിൽ കാരേജ് ആൻഡ് വാഗൺ മെയിൻ്റെനൻസ് നടക്കുന്ന ഏതാനും സ്ഥലങ്ങളുണ്ട്. ഒരു 6-7 സ്ഥലങ്ങൾ. ആ 6-7 സ്ഥലങ്ങളിലായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ്. ആ 6-7 സ്ഥലങ്ങളിൽ കേരളം ഉണ്ടെങ്കിൽ കേരളത്തിലുള്ള പോസ്റ്റിംഗ് കിട്ടും. ഫോർ എക്സാമ്പിൾ കാരേജ് ആൻഡ് വാഗൺ എനിക്ക് തോന്നുന്നു പാലക്കാടുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തും അതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് തോന്നുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് എറണാകുളത്തായിരിക്കും ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത ആ സ്ഥലങ്ങളിലാണ്. ഓക്കെ, വർക്ക്ഷോപ്പ് എവിടെയാണോ ആ വർക്ക്ഷോപ്പ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി
അടുത്തെന്താണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ മെക്കാനിക്കൽ. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് സ്റ്റേഷനറി ആണ്. 27,000 തൊട്ട് 32,000 രൂപ വിത്ത് അലവൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ഇൻ ഡീസൽ ഷെഡ് ഓൺലി. ഡീസൽ ഷെഡിൽ മാത്രമേ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുള്ളൂ. ഒരെണ്ണം എവിടെയുണ്ട്? എറണാകുളം ജംഗ്ഷനിൽ. കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജംഗ്ഷനിൽ ഒരു എന്തുണ്ട്, ഈ പറഞ്ഞ ഡീസൽ ഷെഡിൻ്റെ ഒരു ഓഫീസ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഇത് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുക. 8 hour-ആണ് എൻ്റെ ഡ്യൂട്ടി നോർമലി വരുന്നത്. ഷിഫ്റ്റ് വൈസ് ഡ്യൂട്ടി ആയിരിക്കും. 8 hour-ആണ് നോർമലി ഡ്യൂട്ടി വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. PWBD-കാർക്ക് അപ്ലൈ ചെയ്യാം. ജോബ് നേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഷനറി ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇത് ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ഒരു ഇതാണ്. ഡീസൽ എഞ്ചിൻസ് എല്ലാം ഇവിടെ കൊണ്ടുവയ്ക്കും. ഇതിൻ്റെ മെയിൻ്റെനൻസ് ആണ്. റണ്ണിങ്ങിലുള്ള മെഷീൻസിനെ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുക, പ്രോപ്പറായിട്ട് നോക്കുക. JE-മാരുണ്ടായിരിക്കും, ടെക്നീഷ്യൻ ഗ്രേഡ് 3-കാരുണ്ടായിരിക്കും. അപ്പോൾ അവർ പറയുന്ന ജോലി അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ മെക്കാനിക്കൽ എന്ന് പറയുന്നത്. ഇതേ സംഭവം തന്നെ ഡീസൽ എഞ്ചിൻ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനും ഉണ്ടായിരിക്കും. സോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വർക്ക്, അതാണ് അടുത്ത 10ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ. നമ്മൾ നേരത്തെ ഡീസലിന് എങ്ങനെയാണോ പറഞ്ഞത് അതേ സംഭവം തന്നെ, പക്ഷെ ഇവിടെ എന്തായിരിക്കും, ഇലക്ട്രിക്കലായിരിക്കും മാത്രം. സോ പോസ്റ്റിംഗ് ഈ പറഞ്ഞ പോലെ ഡീസൽ ഷെഡിലും കിട്ടും, ഇലക്ട്രിക്കൽ ഷെഡിലും കിട്ടും. അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ കാണാൻ പറ്റും. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കലിന് 2 സബ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒന്ന് ഡീസലും മറ്റൊന്ന് ഇലക്ട്രിക്കലും. ഇപ്പോൾ ഡീസലിലോ ഇലക്ട്രിക്കലിലോ എന്ത് ചെയ്യാം, അപ്പോയിൻമെന്റ് കിട്ടാം. ഡീസൽ ഷെഡ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എറണാകുളത്തുണ്ട്. 8 hour ഡ്യൂട്ടിയാണ് നോർമലി വരുന്നത്. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. PWBD-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ജോബ് നേച്ചർ ഈ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് ആണ്. ഇനി അസിസ്റ്റന്റ് ഓപ്പറേഷൻസ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. 27,000 to 32K ആണ്. ഡേ ഡ്യൂട്ടിയാണ് നോർമലി വരുന്നത്. വർക്ക് റിലേറ്റഡ് ടു ഓൾ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്. സാധാരണഗതിയിൽ സ്റ്റേഷൻ ഡ്യൂട്ടിയാണ് നോർമലി വരുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റിലും വർക്ക്ഷോപ്പിലും എന്ത് ചെയ്യാം, ഡ്യൂട്ടി ഇടാം. പ്രൊഡക്ഷൻ യൂണിറ്റിലും വർക്ക്ഷോപ്പിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആയിരിക്കും. സ്റ്റേഷൻ ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പോസ്റ്റുകൾക്കൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. കാരണം അതൊക്കെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ജനങ്ങളായിട്ട് നേരിട്ട് മിങ്കിൾ ചെയ്യുന്ന മിക്കവാറും എല്ലാ പോസ്റ്റുകൾക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. അൺലസ് അതൊരു ഡെസ്ക് ജോബ് ആണെന്നുണ്ടെങ്കിൽ ഒഴിച്ച് ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. സോ പ്രൊഡക്ഷൻ യൂണിറ്റിലും വർക്ക്ഷോപ്പിലും C1 ആയിരിക്കും. സ്റ്റേഷൻ ഡ്യൂട്ടിയിലും B1 ആയിരിക്കും മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. LDC ആണ് അപ്ലിക്കബിൾ ടു PWBD. ആൻഡ് ജോബ് നേച്ചർ കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് ആണ്. എന്താണ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ? സ്റ്റേഷനകത്തോ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്തോ വർക്ക്ഷോപ്പിനകത്തോ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് വരുന്ന അതിൻ്റെ വയറിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും JE-മാരെയും ടെക്നീഷ്യന്മാരെയും അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അസിസ്റ്റന്റ് TL ആൻഡ് AC. അപ്പോൾ ട്രെയിൻ ലൈറ്റിങ്ങും AC-യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇത്. വർക്ക്ഷോപ്പിനകത്തുള്ള പോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ അല്ലാതെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന പോസ്റ്റ് ഉണ്ട്. രണ്ടും സിമിലർ ജോബ് നേച്ചർ ഉള്ളതാണ്. വർക്ക്ഷോപ്പിനകത്താണെങ്കിൽ വർക്ക്ഷോപ്പ് ഡ്യൂട്ടി ആയിരിക്കും, ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും. 8 മണിക്കൂറിന്റെ ഡ്യൂട്ടിയാണ്. C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് മതി. C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് മതി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വളരെ കുറവാണ്. PWBD-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ജോബ് നേച്ചർ കമ്പയർ ടു ബാക്കി കട്ടിപ്പണിയല്ല, മോഡറേറ്റ് നേച്ചർ ഉള്ളതാണ്. പ്രൊമോഷൻസ് ആയത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ലൈറ്റിംഗ് ആൻഡ് AC, എയർ കണ്ടീഷനിങ്ങിന്റെ വർക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്തായിരിക്കും, ഇതിന്റെ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ അതിന്റെ റിപ്പയറിങ്ങോ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇനി അടുത്ത 12ാമത്തെ പോസ്റ്റാണ് ഞാനിപ്പോൾ വർക്ക്ഷോപ്പിന്റെ കാര്യം പറഞ്ഞത്. ഇതേ സെയിം പോസ്റ്റ് തന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേഷൻ ഡ്യൂട്ടിയിലോ പ്രൊഡക്ഷൻ യൂണിറ്റിലോ വർക്ക് ചെയ്യുന്നതായിരിക്കും. വർക്ക്ഷോപ്പ് ഡ്യൂട്ടിയും അവിടെ വരാം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഷൻ ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1, വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ PU ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 ആയിരിക്കും. 8 hour ഡ്യൂട്ടിയാണ്, ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും. PWBD-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ജോബ് നേച്ചർ ഈ പറഞ്ഞ പോലെ ഈസി ടു മോഡറേറ്റ് ആണ്. സോ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് AC-യും അതുപോലെ തന്നെ മറ്റേ ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും അതിനകത്തുള്ള അസിസ്റ്റ് ചെയ്യുക എന്നുള്ള പർപ്പസുമാണ് നിങ്ങൾക്ക് ഉള്ളത്. സാലറി പറഞ്ഞ പോലെ 27 to 32K വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പോസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന അസിസ്റ്റന്റ് TRD ആണ്. ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഇത് ഇലക്ട്രിക്കൽ സ്റ്റേഷനിലോ സബ് സ്റ്റേഷനിലോ ആണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു മെഷീൻ നിങ്ങൾ കണ്ടു കാണാനിരിക്കും. അപ്പോൾ ഈ മെഷീന്റെ മുകളിലിരുന്ന് ഈ ഇലക്ട്രിക്കൽ ലൈൻസിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ്, അതിന്റെ റിപ്പയറിംഗ് ഒക്കെ നടത്തുക. ഇതിനൊക്കെ കറക്റ്റായിട്ട് SSC-മാരും JE-മാരും ഉണ്ടായിരിക്കും. സോ അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതിന് ട്രാവലിംഗ് ആവശ്യമുണ്ട്. ഈ മെഷീനിൽ കയറി നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടി വരും. ട്രാവലിംഗ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സാലറി ആക്ച്വലി ഇതല്ല, 35K പ്ലസ് വരെ ഇതിന്റെ സാലറി പോകാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് ഇത് അസിസ്റ്റന്റ് TRD എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ്. വിഷ്വൽ ഇമ്പയർമെന്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ PWBD-കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്
ആൻഡ് ജോബ് നേച്ചർ മോഡറേറ്റ് ടു ഹാർഡാണ്. എല്ലാ PWD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ നോക്കണം. നോട്ടിഫിക്കേഷനകത്ത് അവർ സ്പെസിഫൈ ചെയ്ത് കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. വിഷ്വൽ ഇമ്പയർമെന്റ് നോ എന്ന് സ്പെസിഫൈ ചെയ്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവർ യെസ് എന്ന് എഴുതി കാണും. അത് ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ജോബ് നേച്ചർ മോഡറേറ്റ് ടു ഹാർഡ് ആണ്. മൂവ്മെന്റ് ഫീൽഡ് ഡ്യൂട്ടി ആവശ്യമുള്ള ജോലിയാണ്. ഓക്കെ, സോ 14 പോസ്റ്റുകളുടെയും ജോബ് നേച്ചർ എങ്ങനെയാണെന്നുള്ളതും ഞാനിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജോബ് നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിൻ്റെ പ്രിഫറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 14 പോസ്റ്റുകൾക്ക് ഞാൻ എങ്ങനെയായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക? ഈ പറഞ്ഞ പോലെ പോയിന്റ്സ്മാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ജോലിയാണ് എന്ന് കമ്പയർ ടു നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാമത് പോയിന്റ്സ്മാൻ കൊടുത്തു. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ വെച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പണി ഈ പറഞ്ഞ പോലെ ഫീൽഡ് വർക്ക് താല്പര്യമില്ല, കമ്പാരിറ്റീവ്ലി സേഫ് ആയിട്ടുള്ള ജോബ്, ഓഫീസ് ജോലി എന്ന് പറയുന്ന ഒരു ജോലിയല്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ആണ്, അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. അപ്പോൾ ഓഫീസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡെസ്ക് ഡ്യൂട്ടി അല്ല, LD-യുടെ പണിയല്ല വരുന്നത്, ഓഫീസ് അറ്റൻഡന്റിന്റെ പണിയായിട്ടായിരിക്കും നിങ്ങൾ കയറുന്നുണ്ടായിരിക്കാം. സോ അതനുസരിച്ചുള്ള പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ജോബ് നേച്ചർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ഒരുപാട് ഫീൽഡ് വർക്ക് താല്പര്യമില്ല, ഓഫീസ് വർക്കാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള വർക്കുകളാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ താഴെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാക്ക് മെയിൻറ്റെയിനർ, റിസ്ക് അലവൻസ് ഉള്ള പോസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ താഴെ വെച്ചിരിക്കുന്നത്. ജോബ് നേച്ചർ ഫീൽഡ് നേച്ചറാണ്, റിസ്ക് അലവൻസ് ഉള്ള ജോലിയാണ്. അപ്പോൾ അത് താഴെ വെച്ചിരിക്കുന്നു. PV ആണെങ്കിലും ബ്രിഡ്ജ് ആണെങ്കിലും ട്രാക്ക് മെഷീൻ ആണെങ്കിലും TRD ആണെങ്കിലും ഇതെന്താണ്, ഇതിലെല്ലാം ട്രാവലിംഗ് ആവശ്യമുള്ളതാണ്, TA കിട്ടുന്നതാണ്. സോ ഇത് എല്ലാം താഴെ വെച്ചുകൊണ്ട് ഓഫീസ് ജോലികൾ എന്ത് ചെയ്തു, ഞാൻ മുകളിൽ വെച്ചു. അതാണ് ഈ ജോബ് നേച്ചർ അനുസരിച്ചിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാവുന്നതാണ്. സാലറി ആണ് നിങ്ങൾക്ക് മുൻഗണന എന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ തിരിച്ചാൽ മതി. കാരണം ട്രാക്ക് മെയിൻ്റെനർ റിസ്ക് അലവൻസ് ഉള്ള പോസ്റ്റാണ്, അതിന് സാലറി കൂടുതലായിരിക്കും. അസിസ്റ്റന്റ് PV ഈ പറഞ്ഞ പോലെ TA ഉണ്ട്. അസിസ്റ്റന്റ് ബ്രിഡ്ജ് നിങ്ങൾക്ക് TA കിട്ടുന്നതാണ്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ TA കിട്ടുന്നതാണ്. അസിസ്റ്റന്റ് TRD അതിനൊക്കെ അലവൻസ് കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അലവൻസ് ഉള്ള പോസ്റ്റുകളാണ്, ഇതിനൊക്കെ സാലറി കൂടുതലായിരിക്കും. സാലറി വെച്ചിട്ടാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ മുകളിലേക്ക് വെക്കുക. ആൻഡ് അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. എന്താണ്, നിങ്ങളെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നിങ്ങൾ വെക്കുന്നതെന്ന് വിചാരിക്കുക. പല കുട്ടികളും സ്പെക്സ് വെക്കുന്നവരാണ്, പവർ 2Dയും പവർ 4D ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഞാൻ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്ന പോസ്റ്റുകളാണ് ഞാൻ ഈ മുകളിൽ വെച്ചിരിക്കുന്നത്. C1 സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. 5 എണ്ണം 6 തൊട്ട് 12 വരെ കൊടുത്തിരിക്കുന്ന ഈ പോസ്റ്റുകൾ, B1 തൊട്ടുള്ള പോസ്റ്റുകൾ സ്പെക്സ് വെച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കട്ടിയാണ്. 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് അങ്ങനെയുള്ള പോസ്റ്റുകളാണ് ഇവിടെ വന്നിട്ട് B1 വരുന്നത്. ആൻഡ് A3 A2 എന്ന് പറയുന്നത് കട്ടി മെഡിക്കലുള്ള പോസ്റ്റുകളാണ്. അതിൽ A2-ന് പോയിന്റ്സ്മാന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പെക്സ് വെക്കാനേ പറ്റില്ല, കണ്ണട വെക്കാനേ പറ്റില്ല. A3-ക്ക് കണ്ണട വെക്കാം, പക്ഷെ കണ്ണട വെച്ചുകൊണ്ട് എത്ര വേണം, 6/9 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ട പോസ്റ്റാണ്. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രിഫറൻസ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ A2 പോയിന്റ്സ്മാനോ ട്രാക്ക് മെഷീനോ മുകളിൽ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താ, നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആയതുകൊണ്ട് തന്നെ. സോ മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് മുകളിൽ വെക്കാം. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണ്ണട വെക്കുന്ന ആളുകളാണ്, നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആണ്, പല പോസ്റ്റുകൾക്ക് മെഡിക്കലി എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ളൊരു പ്രിഫറൻസ് കൊടുക്കാം. നിങ്ങൾ ജോബ് നേച്ചർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ളൊരു പ്രിഫറൻസ് കൊടുക്കാം. സാലറി ആണെന്നുണ്ടെങ്കിൽ ഈ ജോബ് നേച്ചറിന്റെ ഈ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസിൽ എന്ത് ചെയ്താൽ മതി, തിരിച്ച് വെച്ചാൽ മതി. സോ ഇതാണ് ബേസിക്കലി 14 പോസ്റ്റുകളും വെച്ചുകൊണ്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓരോ ജോലിയുടെയും സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. ആൻഡ് ഇതെല്ലാം അസിസ്റ്റന്റ് പോസ്റ്റുകളാണ്. നിങ്ങളുടെ മുകളിലാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ITI യോഗ്യതയുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 മിക്കവാറും നിങ്ങളുടെ ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ മുകളിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ മുകളിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഉണ്ടായിരിക്കും, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഉണ്ടായിരിക്കും, JE ഉണ്ടായിരിക്കും, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഉണ്ടായിരിക്കും. ഏറ്റക്കുറച്ചിലുണ്ട്, ഡിപ്പാർട്ട്മെന്റ് മാറുന്നതനുസരിച്ച് പല പോസ്റ്റുകളും ഉണ്ടാവില്ല, ചില പോസ്റ്റുകൾ അഡീഷൻ വരാം. ഞാൻ ഒരു റഫ് ഐഡിയ ആണ് പറയുന്നത്. സോ പ്രൊമോഷനുള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷം കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതി നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റ് പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കാവുന്നതാണ്. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിനാണ് ഇതിനകത്ത് ടെക്നിക്കൽ അല്ലാത്ത നോൺ ടെക്നിക്കലിനുള്ള പോയിന്റ്സ്മാൻ മാത്രമേ ഉള്ളൂ. പോയിന്റ്സ്മാൻ മെഡിക്കൽ കൂടുതലാണ്, വേക്കൻസി കൂടുതലാണ്, പക്ഷെ മെഡിക്കൽ കട്ടിയാണ്, പക്ഷെ വേക്കൻസി ഒരുപാടുണ്ട്. ആൻഡ് പ്രൊമോഷൻ സാധ്യത കൂടുതലാണ്.
പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ളൊരു പോസ്റ്റാണ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ജോബ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ നേച്ചർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇനി മിക്കവാറും നിങ്ങൾ എല്ലാവരും തന്നെ സദേൺ റെയിൽവേ ആയിരിക്കും പ്രിഫർ ചെയ്യാനായിട്ട് സാധ്യത. സദേൺ റെയിൽവേയിൽ ഇതിനൊക്കെ എത്രത്തോളം ഒഴിവുകൾ ഓരോ പോസ്റ്റിനും ഉണ്ട്, അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സോൺ അനാലിസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ചെയ്യാം. സദേൺ റെയിൽവേ മാത്രമല്ല, ഏതൊക്കെ സോണിലാണ് വേക്കൻസി കൂടുതലുള്ളത്, നിങ്ങൾക്ക് ജോലിയാണോ മസ്റ്റ്, അതോ സദേൺ റെയിൽവേയിൽ അല്ലെങ്കിൽ ഈ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ജോലി വേണമെന്നുണ്ടോ, അത് ഇന്ത്യയിൽ എവിടെ ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, അതൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സോണും കൂടെ മനസ്സിലാക്കാം. ഈ പോസ്റ്റിൻ്റെ ജോലിയുടെ സ്വഭാവവും വേക്കൻസി ഉള്ള സോണുകളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 വീഡിയോ, ഇന്ന് ഈ പറയുന്ന പോസ്റ്റിൻ്റെ വീഡിയോയും ഇനി വരുന്ന സോൺ അനാലിസിസിൻ്റെ വീഡിയോയും ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, ആ വീഡിയോസ് ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി അപ്കമിങ് ഡേയ്സിൽ നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തു. സോണിൻ്റെയും പോസ്റ്റിൻ്റെയും വീഡിയോസ് ഇനി വരും. ഇത് കഴിഞ്ഞാൽ ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനൊരു വീഡിയോ വരും. അത് കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് വൈസ് ഓറിയൻറ്റേഷൻസും ഉണ്ടായിരിക്കും. നമ്മുടെ സിലബസ് വെച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഷയങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി സക്സസ് ബാച്ച് 2.0 ഓൾറെഡി 25 ജനുവരി 2025 നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സക്സസ് ബാച്ച് 2.0, സക്സസ് ബാച്ച് 1 ഓൾറെഡി റണ്ണിങ് ആണ്. 2ാമത്തെ ബാച്ചാണ് ഗ്രൂപ്പ് ഡിയുടെ. ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇനി ആദ്യത്തെ ബാച്ചിനാണെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം, സക്സസ് ബാച്ചിനകത്ത് അവിടെ ഓൾറെഡി കുറച്ച് പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ NTPC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ NTPCയുടെ കൂടെയാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളൊരു ബണ്ടിൽ കോഴ്സ് കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്, NTPC പ്ലസ് ഗ്രൂപ്പ് ഡി ബാച്ച്. അതിനകത്തും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയോ NTPCയോ പഠിക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.